ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും sajuskitchen സ്വാഗതം. ചിക്കൻ മജ്ബൂസ് നമ്മുടെ ഒരു അറബിക് റൈസാണിത്. നല്ല ടേസ്റ്റുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ് ചിക്കൻ മജ്ബൂസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ലോങ് റൈസ് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ മജ്ബൂസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ലോങ് റൈസാണ് എടുക്കാറ്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ലോങ് റൈസ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അറബിക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സവാളയൊക്കെ ഒന്ന് താളി വരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ റൈസിൻ്റെ കൂടെ തന്നെ സവാള ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് മുമ്പ് ചിക്കൻ കബ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ചാനൽ പേജിൽ പോയി നോക്കിയാൽ മതി. അതിൽ നമ്മൾ തക്കാളിക്ക് പകരം തക്കാളിയുടെ പ്യൂരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 എണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അറബിക് ഫുഡിലൊക്കെ പൊതുവെ എരിവും വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 3 പച്ചമുളകൊക്കെ തന്നെ മതിയാവും ഇതിലേക്ക്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ അറബിക് സ്പൈസ്, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാം. ഇതേപോലത്തെ ഒരു ഡ്രൈ ലെമൺ, ഇത് രണ്ടും ഇതിൽ മസ്റ്റായിട്ട് വേണ്ടതാണ്. നമ്മൾ നാരങ്ങ ഉണങ്ങിയതാണിത്. ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം, എങ്കിലേ അതിലുള്ള ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഏലക്കായി, കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് പട്ട, പിന്നെ നമ്മുടെ ഈ ലീഫ് ഗരം മസാലയുള്ള ഈ ലീഫ് ഉണ്ടല്ലോ, അതും കുറച്ച് വേണം. ഇതൊക്കെയാണ് നമുക്കിതിലൊക്കെ വേണ്ടത്. ഇനി നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കൂടാതെ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അറബിക് സ്പൈസും ഡ്രൈ ലെമണും മാത്രമാണ്. അതിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മൊത്തമായിട്ട് ഉണ്ടാവുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നിട്ട് വരണം കേട്ടോ, കാരണം ചോറിൻ്റെ കൂടെ തന്നെയാണ് അത് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടില്ലെങ്കിൽ അതിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് റെഡിയായിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. സാധാരണ ചിക്കൻ മജ്ബൂസിലൊക്കെ നല്ല വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കാറ്. പക്ഷെ ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പീസായിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാണ് കേട്ടോ വേണ്ടത്. എല്ലാ ചിക്കൻ പീസും ഞാനിവിടെ നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആ സൈഡും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ചിക്കനിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കനൊക്കെ നന്നായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി അറബിക് സ്പൈസ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ആ മസാലയുടെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് റെഡി ആയിട്ട് വേണം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറിനും പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സോസും എല്ലാ സൈഡിലേക്കും ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി 4 കപ്പാണ് വേണ്ടത്. പക്ഷേ ഇതിൽ ചിക്കനിൽ കുറേ വെള്ളം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിത് 30 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് കുറച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എത്രയാണോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് 1 കപ്പ് കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടരുത് കേട്ടോ, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി വെന്ത് കലങ്ങിപ്പോകും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് നമ്മൾ ഇതിൽ നിന്നുള്ള ചിക്കൻ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ചിക്കൻ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ 10 മിനിറ്റ് ഓൾറെഡി വേവിച്ചു. ഈ വെള്ളം തിളയ്ക്കാനെല്ലാം കൂടിയായിട്ട് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ പിന്നെയും എടുക്കണം കേട്ടോ. വെള്ളം പെട്ടെന്ന് തിളപ്പിച്ചെടുക്കണ്ട, ഒരു 5 മിനിറ്റ് ചിക്കൻ അതിൽ വേവിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ചിക്കൻ പീസ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്ന് എല്ലാ ചിക്കൻ പീസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അരിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, കാരണം കറക്റ്റ് വെള്ളം ഓൾറെഡി നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ട് ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേവാനായിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല കേട്ടോ, കാരണം ഓരോ അരിക്കും ചിലപ്പോൾ വേവിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ തുറന്ന് നോക്കിയാൽ മതി വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന്. ഇത് വെള്ളം ഫുള്ള് വറ്റി റെഡി ആയിട്ടുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക വെള്ളമൊക്കെ വറ്റിയോ എന്നുള്ളത്. എന്നിട്ട് വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് റെഡിയായി. ഇത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ, നല്ല നന്നായിട്ട് വെന്തിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇത് ഇവിടെ കിടന്ന് വേവുന്ന ടൈമിൽ നമുക്ക് ആ ചിക്കൻ ഒന്നും കൂടി റെഡിയാക്കി എടുക്കാം. സാധാരണ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ അതിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നല്ല റെഡ് കളറിലൊക്കെ കിട്ടും കേട്ടോ ചിക്കന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഓവനിൽ ചെയ്യാതെ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കില്ല, ജസ്റ്റ് തടവി കൊടുക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മളിത് ഓവനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നല്ല കളറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഈ പാത്രത്തിലായതുകൊണ്ടാണ് ചില സൈഡൊന്നും കളറില്ലാതൊക്കെ ഇരിക്കുന്നത്. എങ്കിലും 2 സൈഡൊന്നും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ ചോറ് ഇപ്പോൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഒട്ടും ഒടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റ് പാകമാണ്. ഈ ഒരു പാകത്തിലാണ് ഈ ചോറ് ഉണ്ടാവുക കേട്ടോ. ഇതിൽ കുറച്ച് മേഗ് കുറവുള്ള പോലെയൊക്കെ തോന്നും. അത് നമ്മുടെ ഈ അറബിക് ഫുഡിലൊക്കെ എണ്ണ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളാണ് കേട്ടോ ഈ ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട്. നല്ലൊരു ടേസ്റ്റുമാണ് ഇത്. നമ്മൾ ചിക്കൻ കബ്സയാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ മജ്ബൂസിനേക്കാളും. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. കുറച്ചൊരു അറബിക് സ്പൈസസ് വാങ്ങിക്കണമെന്നേ ഉള്ളൂ, ബാക്കി ഒരു പണിയും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.